അപ്പം നമുക്ക് നേരത്തൊക്കെ കൊണ്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കാം. സംഭവം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സ്പെഷ്യൽ ഡെസേർട്ട്. നമുക്കിതിന് വേണ്ടത് കുറച്ച് ഏത്തക്ക, പിന്നെ കുറച്ച് ശർക്കര പൊടിച്ചതും കുറച്ച് തേങ്ങായും. അതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും സ്റ്റൗ കത്തിക്കുക, പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒരു 2-3 സ്പൂൺ മതിയായിരിക്കും. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആ ഏത്തക്ക എടുത്ത് അതിലിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക എല്ലാം കൂടി ഇതിൽ കൊള്ളിക്കുന്നൊരു പാടേ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ടപ്പോൾ നല്ല യെല്ലോ കളറായല്ലേ. അങ്ങനെ ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് മതി. ഓരോരുത്തരുടെ മധുരമില്ലേ, ആ ഒരളവിന് ശർക്കര ഇട്ട് കൊടുക്കണം. അത് കുറച്ചൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. അതും അവരവരുടെ ഇഷ്ടത്തിന്, കുറച്ച് ആവശ്യത്തിന്. ഇത് മൂന്നും കൂടി സെറ്റായി വരുമ്പോഴേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം കഴിക്കാൻ തോന്നും. അത് ചെറുതായിട്ടൊന്ന് ഇളക്കണം, ഒത്തിരി വേണ്ട. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതൊരു പ്ലേറ്റിലോട്ടോ ഒരു ബൗളിലോട്ടോ മാറ്റിയിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മളുടെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഐസ്ക്രീം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1-2 സ്കൂപ്പ് എടുത്തിട്ട് ആ ഏത്തക്കയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഐസ്ക്രീമും ചേർത്ത് ആ ഏത്തക്ക ഒരു സ്പൂൺ അങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, സ്വർഗം. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ഇട്ട് അറിയിക്കണേ.